ഇനി നമ്മൾ ആംഗിളിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എന്താണ് ആംഗിൾ എന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം. രണ്ട് ലൈൻസ് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുമ്പോൾ ആ ലൈൻസിൻ്റെ ഇടയിൽ ഒരു ആംഗിൾ ഉണ്ടാകുന്നു. എന്താണ്? രണ്ട് ലൈൻസ് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുമ്പോൾ ആ ലൈൻസിൻ്റെ ഇടയിൽ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നു. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ, ഇവിടെ എ ബി എന്ന ലൈനും ബി സി എന്ന ലൈനും ബി എന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ ഈ രണ്ട് ലൈൻസിൻ്റെ ഇടയിലും ഒരു ആംഗിൾ ഉണ്ടായിട്ടുണ്ട്. എ ബി എന്ന ലൈൻ്റെയും ബി സി എന്ന ലൈൻ്റെയും ഇടയിൽ എന്തുണ്ടായി? ഒരു ആംഗിൾ ഉണ്ടായിട്ടുണ്ട്. ആ ആംഗിൾ ഞാനൊന്ന് ഇവിടെ മാർക്ക് ചെയ്യാം. നോക്കൂ, ഇതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള ആംഗിൾ. എ ബി എന്ന ലൈൻ്റെയും ബി സി എന്ന ലൈൻ്റെയും ഇടയിലുള്ള ആംഗിളാണ് ഞാനിവിടെ റെഡ് കളറിൽ മാർക്ക് ചെയ്തത്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ പി ക്യു എന്ന ലൈനും ക്യു ആർ എന്ന ലൈനും ക്യു എന്ന പോയിന്റിൽ മീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ രണ്ട് ലൈൻസിൻ്റെ ഇടയിലും ഒരു ആംഗിൾ ഉണ്ടാവുമല്ലോ? ഉണ്ടാവും. നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. നോക്കൂ, ഇതാണ് ഇവിടെ ഉണ്ടായിരിക്കുന്ന ആംഗിൾ. പി ക്യുവിനും ക്യു ആറിനും ഇടയിൽ ഉണ്ടായിരിക്കുന്ന ആംഗിളാണ് ഇത്. യെല്ലോ കളറിൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ ഉണ്ടായിരിക്കുന്ന ആംഗിൾ. മനസ്സിലായോ? ആംഗിൾ ബിറ്റ്വീൻ പി ക്യു ആൻഡ് ക്യു ആർ, അതാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആംഗിൾ എന്താണ് എന്ന് പിടികിട്ടിയല്ലോ. രണ്ട് ലൈൻസ് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുമ്പോൾ ആ ലൈൻസിൻ്റെ ഇടയിൽ ഉണ്ടാവുന്നതാണ് ആംഗിൾ. ഇനി നമുക്ക് ഒരു ആംഗിളിന് എങ്ങനെ പേര് നൽകാം എന്ന് പഠിക്കാം. അതിനു മുൻപായിട്ട് നമ്മൾ ആംഗിളിൻ്റെ സിമ്പലിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇതാണ് ആംഗിളിൻ്റെ സിമ്പൽ. ഈ ഒരു സിമ്പലാണ് ആംഗിളിനെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഒരു സിമ്പൽ എവിടെ കണ്ടാലും അതൊരു ആംഗിളിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ആംഗിളിൻ്റെ സിമ്പലിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് ആംഗിളിന് എങ്ങനെ പേര് നൽകാം എന്ന് പഠിക്കാം. ഒരു ആംഗിളിന് 3 രീതിയിൽ നമുക്ക് പേര് നൽകാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളിവിടെ ആദ്യം വരച്ച ഈ ഒരു റെഡ് കളറിലുള്ള ആംഗിളിന് പേര് നൽകാം. ഇവിടെ നോക്കൂ, ഈ ഒരു ആംഗിൾ ബി എന്ന വെർട്ടെക്സിനോട് ചേർന്നിട്ടാണ് ഉള്ളത് അല്ലേ? ഈ ഒരു റെഡ് കളറിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ ബി എന്ന വെർട്ടെക്സിനോട് ചേർന്നിട്ടാണ് ഉള്ളത്. അതുപോലെ ബി എന്ന വെർട്ടെക്സിൽ വേറെ ആംഗിൾ ഒന്നും തന്നെ ഇല്ല. ഈ ഒരു ആംഗിൾ മാത്രമേ ബി എന്ന വെർട്ടെക്സിൽ ഉള്ളൂ. വേറെ ആംഗിൾ ഒന്നും തന്നെ ഇവിടെ ഇല്ല. സോ ഈ ഒരു ആംഗിളിനെ നമുക്ക് ആംഗിൾ ബി എന്ന് വിളിക്കാം. ആംഗിൾ ബി. എന്തുകൊണ്ടാണ് ഇങ്ങനെ വിളിച്ചത് എന്ന് മനസ്സിലായോ? കാരണം ഈ ഒരു ആംഗിൾ ഫോം ചെയ്തിരിക്കുന്നത് ബി എന്ന വെർട്ടെക്സിലാണ്. ബി എന്ന വെർട്ടെക്സിനോട് അടുത്താണ് ഈ ഒരു ആംഗിൾ ഫോം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ബി എന്ന വെർട്ടെക്സിൽ വേറെ ആംഗിൾ ഒന്നും തന്നെ ഇല്ല. വേറെ ആംഗിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പേര് വിളിക്കാൻ കഴിയില്ല. ഒറ്റൊരു ആംഗിൾ മാത്രമാണെങ്കിലേ നമുക്ക് ഇങ്ങനെ പേര് വിളിക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ, വെർട്ടെക്സിൻ്റെ പേര് വെച്ച് ആംഗിളിനെ വിളിക്കാൻ കഴിയണമെങ്കിൽ ആ വെർട്ടെക്സിൽ ആ ഒരു ആംഗിൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. വേറെ ആംഗിളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ആംഗിളിനെ ആംഗിൾ ബി എന്ന് വിളിക്കാം. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് നെയിം. ഇനി അടുത്തതായിട്ട് ഈ ഒരു ആംഗിളിൻ്റെ പേര് ഇതാണ്. ആംഗിൾ എ ബി സി എന്ന് ഈ ഒരു ആംഗിളിനെ വിളിക്കാം. ആംഗിൾ എ ബി സി എന്ന് ഇതിനെ വിളിക്കാം. അതുപോലെ ആംഗിൾ സി ബി എ എന്നും വിളിക്കാം. ആംഗിൾ സി ബി എ. ഇനി നമ്മൾ ലാസ്റ്റ് എഴുതിയ രണ്ട് പേരുകളും ഒന്ന് നോക്കൂ. ആ രണ്ട് പേരിൻ്റെയും മിഡിലിൽ വരുന്ന ലെറ്റർ ഏതാണ്? ബി ആണ് അല്ലേ? ബി ആണ് രണ്ട് പേരിൻ്റെയും മിഡിലിൽ വരുന്ന ലെറ്റർ. എന്തുകൊണ്ടായിരിക്കാം ബി എന്ന ലെറ്റർ മിഡിലിൽ വന്നത്? കാരണം ബി എന്ന വെർട്ടെക്സിലാണ് ആംഗിൾ ഉണ്ടായിരിക്കുന്നത്. സോ ആ ലെറ്റർ നമ്മുടെ പേരിൻ്റെ നടുവിൽ വരണം. മനസ്സിലായോ? ഏത് വെർട്ടെക്സിലാണോ ആംഗിൾ ഫോം ചെയ്തിരിക്കുന്നത് ആ വെർട്ടെക്സിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ നമ്മുടെ പേരിൻ്റെ മിഡിലിൽ വരണം. ഓക്കെ, അങ്ങനെയാണ് ആംഗിളിന് നമ്മൾ പേര് നൽകേണ്ടത്. ബാക്കിയുള്ള ലെറ്റേഴ്സ് ഇവിടെ ലൈനിൻ്റെ പേരിലുള്ള ലെറ്റേഴ്സ് തന്നെ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ആംഗിളിനെ
ആംഗിൾ ABC എന്നും വിളിക്കാം, ആംഗിൾ CBA എന്നും വിളിക്കാം. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു യെല്ലോ കളറുള്ള ആംഗിളിന് നമുക്ക് ഏതൊക്കെ പേരുകൾ നൽകാം? ഇവിടെ Q എന്ന വെർട്ടെക്സിലാണ് ആംഗിൾ ഫോം ചെയ്തിരിക്കുന്നത് അല്ലേ? വേറെ ആംഗിൾ ഒന്നും തന്നെ Q എന്ന വെർട്ടെക്സിൽ ഇല്ല. സോ നമുക്ക് ഈ ഒരു ആംഗിളിനെ ആംഗിൾ Q എന്ന് വിളിക്കാമല്ലോ? വിളിക്കാം. കാരണം Q എന്ന വെർട്ടെക്സിലാണ് ഈ ഒരു ആംഗിൾ ഉണ്ടായിരിക്കുന്നത്. വേറെ ആംഗിൾ ഒന്നും തന്നെ Q എന്ന വെർട്ടെക്സിൽ ഇല്ല. സോ ആംഗിൾ Q എന്നാണ് ഇതിൻ്റെ ഒന്നാമത്തെ പേര്. ഇനി മറ്റ് രണ്ട് പേരുകൾ ഏതൊക്കെയാണ്? ആംഗിൾ PQR എന്ന് വിളിക്കാം അല്ലേ? ആംഗിൾ PQR എന്ന് ഈ ഒരു ആംഗിളിനെ വിളിക്കാം. നോക്കൂ, ഇവിടെ മിഡിലിൽ വരുന്ന ലെറ്റർ Q ആണ്. Q എന്ന വെർട്ടെക്സിലാണ് ആംഗിൾ ഫോം ചെയ്തിരിക്കുന്നത്. സോ നമുക്കിതിനെ ആംഗിൾ PQR എന്ന് വിളിക്കാം. ബാക്കി രണ്ട് ലെറ്റേഴ്സ് ഇവിടെയുള്ള ലൈനിൻ്റെ നെയിമിലുള്ള ലെറ്റേഴ്സ് തന്നെ ആണ്, Pയും Rഉം. ഓക്കെ, ഇനി അടുത്ത പേരെന്തായിരിക്കും? ആംഗിൾ RQP എന്നായിരിക്കും. ആംഗിൾ RQP വിളിക്കാമല്ലോ? ഇങ്ങനെയും ഈ ഒരു ആംഗിളിനെ വിളിക്കാം. ഇതിൻ്റെ മിഡിലുള്ള ലെറ്ററും Q തന്നെ ആണ്. ബാക്കിയുള്ള ലെറ്റേഴ്സ് ലൈനിൻ്റെ നെയിമിലുള്ള ലെറ്റേഴ്സ് തന്നെ ആണ്. ഓക്കെ, സോ നമുക്ക് ആംഗിൾ RQP എന്നും ഈ ഒരു ആംഗിളിനെ വിളിക്കാം. ക്ലിയർ ആണല്ലോ? അങ്ങനെ നമ്മൾ എന്താണ് ആംഗിൾ എന്ന് പഠിച്ചു, ആംഗിളുകൾക്ക് എങ്ങനെ പേര് നൽകാം എന്നും പഠിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരാംഗിളിൻ്റെ മെഷർ എങ്ങനെ എഴുതാം എന്നുള്ളതാണ്. ഒരാംഗിളിൻ്റെ മെഷർ എങ്ങനെ പറയാം? ആംഗിളിൻ്റെ മെഷർ നമ്മൾ സാധാരണയായിട്ട് പറയാറ് ഡിഗ്രി എന്ന യൂണിറ്റിലാണ്. എന്താണ്? ഡിഗ്രി എന്ന യൂണിറ്റിലാണ് ആംഗിളിൻ്റെ മെഷർ നമ്മൾ സാധാരണ പറയാറ്. ലെങ്ത്തൊക്കെ നമ്മൾ പറയാറ് സെൻറ്റിമീറ്ററിലും മീറ്ററിലും ഒക്കെയാണ്. അതുപോലെ ആംഗിൾ നമ്മൾ പറയുന്നത് ഡിഗ്രി എന്ന യൂണിറ്റിലാണ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമ്മൾ ഫസ്റ്റ് അടയാളപ്പെടുത്തിയ ഈ ഒരു റെഡ് ആംഗിൾ 40 ഡിഗ്രി ആണെന്ന് കരുതുക. 40 ഡിഗ്രി. അത് നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്. 40 എന്ന് ആദ്യം എഴുതും. 40 എന്ന് ആദ്യം എഴുതുന്നു. ഇനി അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഒരു 0 അടയാളപ്പെടുത്തുന്നു. 40 എന്ന് എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ വളരെ ചെറിയ ഒരു 0 ആഡ് ചെയ്യുന്നു. ഇത് നമ്മൾ വായിക്കുന്നത് 40 ഡിഗ്രി എന്നാണ്. എന്താണ്? 40 ഡിഗ്രി എന്നാണ് ഇത് നമ്മൾ വായിക്കുന്നത്. ഈ ഒരു 0യെ നമ്മൾ ഡിഗ്രി എന്നാണ് വായിക്കുക. മനസ്സിലായോ? 40 ഡിഗ്രി എന്നാണ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഈ ഒരു ആംഗിളിൻ്റെ മെഷർ 40 ഡിഗ്രി ആണ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു യെല്ലോ ആംഗിളിൻ്റെ മെഷർ 30 ഡിഗ്രി ആണ് എന്ന് കരുതുക. യെല്ലോ ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രി ആണ്. അത് നമുക്ക് എങ്ങനെ എഴുതാം? 30 എന്ന് എഴുതുന്നു. അതിൻ്റെ മുകളിൽ ചെറിയൊരു 0 ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെയാണ് 30 ഡിഗ്രി എന്ന് എഴുതുന്നത്. 30 ഡിഗ്രി എന്നാണ് ഇത് നമ്മൾ വായിക്കുക. ഒരാംഗിളിൻ്റെ മെഷർ എങ്ങനെ എഴുതാമെന്ന് പിടികിട്ടിയല്ലോ? ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് പറയുവാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലോട്ട് പോകാം.